കാരണം നിന്റെ ഈ കാസിനുള്ള ആരുടെ കയ്യിലും ഒരു രൂപ പോലും ഉണ്ടാകില്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. പക്ഷെ എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. നീ നിന്നെ അങ്ങ് പണയം വെക്ക്. അതൊരു ചോയ്സ് മാത്രമാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്ക്. ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. സമ്മതമാണോ? ഇനി നീ ജയിച്ചാൽ എന്റെ മൊത്തം പണവും നിന്റേത്. പിന്നെ നിന്റെ കാസിനോട് ഞാൻ കാലുകുത്തില്ല. പക്ഷെ ഞാൻ വിജയിച്ചാൽ 3 വർഷം നീ എന്റെ കൂടെ തന്നെ ജീവിക്കേണ്ടി വരും. പിന്നെ എന്നെ നന്നായി സന്തോഷിപ്പിക്കേണ്ടിയും വരും. ആന്റണി, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുകയാണ്. ആന്റണി ഇനിയും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചൂത് കളിക്കണോ? നിനക്ക് ഇതുപോലും അറിയില്ലേ? ആര് ജയിച്ചാലും അവനെല്ലാം സ്വന്തമാക്കും. അത് പൈസ ആയാലും പെണ്ണായാലും. ദാറ്റ്സ് ദ റൂൾ. അതാണ് ഗാംബ്ലിങ്ങിന്റെ റൂള്. പിന്നെ അടുത്ത തവണ എന്നോട് ഒച്ചയിൽ സംസാരിക്കരുത്. 1 മിനിറ്റ്. എന്തിനാ നീ പോകുന്നവനെ പിടിച്ചു നിർത്തുന്നേ? പീറ്റർ, നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അല്ല, നീ ആരാ? ഇതുവരെയും നീ കളി ജയിച്ചിട്ടില്ല ആന്റണി. ഡാർലിംഗ്, ഇവൻ നിന്റെ ആളാണോ? ഹാ. മാഡം തോറ്റപ്പോ നിനക്ക് ഭ്രാന്ത് പിടിച്ചു അല്ലേ? എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിനക്കെന്താ, മരിക്കണോ? ഞാൻ കരുതി നീ ശരിക്കും ഒരാണാണെന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് മാറ്റി പറയരുത്. What do you mean? കാസിനോ പ്രൈഡിനെ അടച്ചുപൂട്ടാൻ നീ ഞാൻ വെച്ചിരിക്കുന്ന 15,000 രൂപയും കളിച്ച് ജയിക്കണം. ഇത് നിന്റെ അച്ഛന്റെ കാശാണോടാ? ഈ ക്യാഷ് കാസിനോ പ്രൈഡിന്റെയാണ്. ഞാൻ എടുത്തു വെച്ചതാ. എങ്കിൽ പിന്നെ അത് ബാഡ് ലക്ക് തന്നെയാണ്. എന്താന്ന് ചോദിക്ക്. കാരണം ഇന്നത്തെ ഗെയിമിലെ മിനിമം എമൗണ്ട് 20,000 ആണ്. ഒരു 5,000 ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക്. ഇത് വെറും 15,000 ഉള്ളൂ. നീ എങ്ങനെ കളിക്കും? എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിലോ? ആണോ? എങ്ങനെ കളിക്കും? ഞാൻ എന്റെ ഇടത് കൈ നിനക്ക് ബെറ്റായിട്ട് വെച്ചു തരാം. നീ നിന്റെ കൈ വെച്ച് കളിക്കാൻ പോവാണോ? പീറ്റർ, നിനക്കെന്താ ഭ്രാന്താണോ? എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. എടാ, വിരല് വെച്ച് കളിക്കുന്നിടത്ത് നീ കൈ വെച്ച് കളിക്കാൻ ഇറങ്ങിയേക്കാണോ? പക്ഷെ നിന്റെ ഇടത് കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിലാണെങ്കിൽ 2 കൈയുണ്ട്. കഴിക്കാനാണെങ്കിലുണ്ട്. പിന്നെ നീ എനിക്ക് പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നീ നിന്റെ ജീവൻ വെച്ച് കളിക്കോ? പറ 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 വേഗം പറ. തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. പീറ്റർ, ഇത് തമാശ കളിക്കാനുള്ള സമയമല്ല. നീ ഇവിടുന്ന് പോ. വിഷമം തോന്നുന്നുണ്ടല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്നാൽ ഇവന്റെ ജീവൻ രക്ഷിക്കണമെങ്കിലേ എന്റെ പഴയ പ്രപ്പോസല് ഇപ്പോഴും ഓപ്പൺ ആണ്. 3 വർഷത്തേക്ക് അടിമയായിട്ട് ജീവിക്കണം. പറയുന്ന ദാഷ ഡാർലിംഗ്, നീ റെഡിയാണോ? പീറ്റർ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്താ ആന്റണിനെ സഹായിക്കുകയാണോ? നദാക്ഷമാമിനെ അവന്റെ അടിമയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ ഇവനെ പറഞ്ഞയച്ചത്? നിന്റെ ലക്ഷ്യം എന്താ? വെറുതെ സമയം കളയാതെ കളി വേഗം തുടങ്ങി ആന്റണി. ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കാനും തയ്യാറാണ്. ഓക്കെ, ഐ ആം ഓൾസോ റെഡി. ഞാനും വളരെ എക്സൈറ്റഡാ. എനിക്കും അതൊന്ന് കാണണം. നീ തോറ്റ ശേഷം നിന്റെ നദാഷ മാഡത്തിന്റെ കാര്യം എന്താകും? പ്രപ്പോസൽ ഇപ്പോഴും 3 വർഷം അടിമ? ഓക്കെ, ന്യൂ ഗെയിം വിത്ത് ന്യൂ കാർഡ്സ്. നടാഷ മാം, നിങ്ങൾ അവന്റെ വലയിൽ ചെന്ന് ചാടരുത്. അവൻ നമ്മുടെ ശത്രുവാണ്.
നടാഷ മാം, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പുതിയ കാർഡ്സ് കൊണ്ടുവന്ന് കൊടുക്ക്. പീറ്റർ കളിക്കും. വാവ്. എനിക്ക് നിന്റെ ഈ ചലഞ്ച് വളരെ ഇഷ്ടമായി. ഇനി എനിക്കറിയേണ്ടത് നിന്റെ പവർ എത്രയാന്നാ. സോ ലെറ്റ്സ് ബിഗിൻ ദ ഗെയിം. നതാശമ്മയുടെ ഈ ഫ്രോഡിനെ എങ്ങനെ വിശ്വസിച്ച് കളിക്കാൻ പറഞ്ഞത്? ഇവൻ കാരണം കസിനോ പ്രേഡിനൊപ്പം നടാഷ മാമിനെയും തോൽപ്പിക്കും. ഞാൻ പറയുന്നത് ഇതാ എടുത്തോ. എന്റെ ഒരു ദൗർഭാഗ്യേ, നിന്നെ പോലെയുള്ളവരുടെ കൂടെയൊക്കെ കളിക്കേണ്ട ഗതികേട് വന്നല്ലോ എനിക്ക്. നീ ഇതിനു മുമ്പ് ഇതൊക്കെ കളിച്ചിട്ടുണ്ടോ? ആ ഇപ്പൊ 3 കാർഡ് എടുത്തു വെച്ച് ഓപ്പൺ ചെയ്യ്. ഇതിപ്പോ അതിനുള്ള സമയമോ? എടാ പീറ്ററെ, നിനക്കെന്താ ഭ്രാന്താണോ? കാർഡ് നോക്കാതെ കളിക്കുകയാണോ? എന്താടാ നീ ചെയ്യുന്നേ? നിനക്കത് തലയ്ക്ക് വട്ടായോ? കാർഡ് എടുത്ത് വെക്കേ. നിന്റെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാം. ഭാഗ്യം പോലും വഴിമാറി നിൽക്കും മോനെ. ആന്റണി കളിക്കാൻ ഇറങ്ങിയ എല്ലാം മാറി നിൽക്കും. ഡാർലിംഗ്, ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവന്റെ ജീവൻ എനിക്ക് തരും. കിങ് ക്യൂൻ ജാക്കിയോ? ഓ, സമ്മതിക്കണം. ഇന്ന് നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി ഇവന്റെ ജീവൻ എനിക്ക് തരും. ഷിറ്റ്. അവന് വരെ ഞാൻ ഇറങ്ങി കളിക്കായിരുന്നു. കുറഞ്ഞ വർഷം പട്ടിയെ പോലെ ഇങ്ങനെ തോക്കില്ലായിരുന്നു. ശരിക്കും അവന് വട്ടാണ്. പീറ്റർ, നീ നിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നതാഷ മാഡത്തിന്റെ ജീവൻ കളഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. കിട്ടിയ അവസരമൊന്നും മുതലാക്കാതെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഡാർലിംഗ്. അറിയാലോ, ഞാൻ വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്ന്. നിന്റെ ഈ സൗന്ദര്യം നിറഞ്ഞ ഈ മുഖം കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നു. അതുകൊണ്ട് എന്റെ ഓഫർ ഇപ്പോഴും ഓപ്പൺ ആണ്. ഓർമ്മയുണ്ടല്ലോ, 3 വർഷം എന്റെ അടിമയായിട്ട് ഇരിക്കേണ്ടി വരും. എന്നെ സന്തോഷിപ്പിക്കേണ്ടി വരും. പറയൂ, സമ്മതമാണോ? ഇല്ലേ? എങ്കിൽ നിന്റെ ഈ ഹീറോയുടെ ജീവൻ വെറുതെ വേസ്റ്റ് ആയി പോകും. ഇവനെ ഞാൻ എന്റെ ഈ കൈകൾ കൊണ്ട് കൊല്ലും. നടാഷ മാം, അവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവർ രണ്ടാളും കൂടി ചേർന്നാണ് നിങ്ങൾക്ക് വല വിരിച്ചിരിക്കുന്നത്. ഞാൻ ശരിക്കും തോറ്റുപോയോ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.